ലോകകപ്പ് ക്വാർട്ടറിൽ നോർവേയെ 1-2 ഗോളുകൾക്കാണ് തകർത്ത ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം മത്സരത്തെ? തീർച്ചയായിട്ടും നജിമ, ഇത് മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടന്നിട്ടുള്ള അതിവാശിയേറിയ പോരാട്ടത്തിൽ നാടകീയമായ ആ പോരാട്ടത്തിനൊടുവിൽ ഇംഗ്ലണ്ട് നോർവേയെ കീഴടക്കിയിരിക്കുകയാണ്. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിനൊടുവിലാണ് ഇംഗ്ലണ്ട് സെമിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇനി ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടും നോർവേയും തമ്മിലുള്ള ഒരു മത്സരം ഏകപക്ഷീയമായ ആകുമെന്ന് പ്രതീക്ഷിച്ച ആളുകൾക്ക് മുന്നിൽ നോർവേ കടുത്ത ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു നോർവേ പുറത്തെടുത്തത്. മത്സരത്തിലുടനീളം നോർവേ ഇംഗ്ലണ്ടിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയത്. ആദ്യ ഗോൾ അടിച്ചതും ഈ നോർവേ ആയിരുന്നു. 36-ാം മിനിറ്റിൽ ഷെൽഡറപ്പ് ആയിരുന്നു നോർവേക്ക് വേണ്ടി ആദ്യം ഗോൾ സ്കോർ ചെയ്തത്. ബോക്സിന് പുറത്തുനിന്ന് ഒരു ലോങ് റേഞ്ചർ, അത് പിക്ഫോർഡിനെ മറികടന്ന് അത് പോസ്റ്റിൽ തട്ടി വലയിലേക്ക് പോവുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഉടനെ കളിച്ചിട്ടുള്ള ഇംഗ്ലണ്ടിന് അവർക്ക് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ തന്നെ ബെല്ലിംഗ്ഹാമിലൂടെ മറുപടി ഗോൾ നൽകാനായി. എന്നാൽ മത്സരം പിന്നീട് നീണ്ടുപോവുകയാണ് ഉണ്ടായത്. അതിനിടെ രണ്ടാം പകുതിയിലേക്ക് മത്സരം കടന്നപ്പോൾ 56-ാം മിനിറ്റിൽ നോർവേ വീണ്ടും ഇംഗ്ലണ്ടിൻ്റെ വല കുലുക്കിയെങ്കിലും അത് ആ സമയത്ത് അവരുടെ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ചെയ്ത ഒരു ഫൗളിൻ്റെ പേരിൽ വാറിലൂടെ ആ ഗോൾ നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഈ മത്സരത്തിലുടനീളം എർലിംഗ് ഹാലൻഡിനെ പൂട്ടിയിട്ട ഒരു നിലയിലായിരുന്നു ഇംഗ്ലീഷ് പ്രതിരോധ അദ്ദേഹത്തെ പൂട്ടിയിട്ടതോട് കൂടിയിട്ട് നോർവേയുടെ മുന്നേറ്റങ്ങളുടെ മുനയൊടിച്ചത് ഇംഗ്ലീഷ് പ്രതിരോധയുടെ ആ ഒരു നീക്കമായിരുന്നു. എന്നാൽ മത്സരം പിന്നീട് 90 മിനിറ്റിലേക്ക് അപ്പുറത്തേക്ക് നീങ്ങിയപ്പോൾ പിന്നെ എക്സ്ട്രാ ടൈമിൽ 93-ാം മിനിറ്റിലാണ് ബെല്ലിംഗ്ഹാമിൻ്റെ അടുത്ത ഗോൾ എത്തുന്നത്. ബെല്ലിംഗ്ഹാം റീബൗണ്ട് ചെയ്തെത്തിയ പന്ത് ബെല്ലിംഗ്ഹാം വലയിലേക്ക് ആക്കുകയായിരുന്നു നജ്മ. ഈ മത്സരത്തോടുകൂടി ഇംഗ്ലണ്ട് സെമിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സെമിയുടെ ലൈനപ്പ് ഏകദേശം വന്നിട്ടുണ്ട്, പൂർണ്ണമായിട്ടില്ല. കാരണം ഈ അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. അത് കഴിഞ്ഞാൽ മാത്രമേ ലൈനപ്പ് പൂർത്തിയാകുകയുള്ളൂ. നിലവിൽ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ് ആദ്യ സെമി നടക്കുക. ഇനി രണ്ടാം സെമിയിലേക്ക് ഇംഗ്ലണ്ടിനെ കാത്തിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ഇനി അർജന്റീനയോ സ്വിറ്റ്സർലാൻഡോ ആരാണ് വരിക എന്നാണ് ഇനി അറിയേണ്ടതുള്ളൂ നജ്മ.